തെളിവുകൾ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നടി ഡയാന തന്റെ മരണം ഫേസ്ബുക്ക് ലൈവായി പ്രദർശിപ്പിച്ചതിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് വീഡിയോ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നീ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ലല്ലോ. നീ നിരപരാധിയാണല്ലോ. ഞാൻ നിരപരാധിയാ. എനിക്ക് പങ്കില്ല. ക്രൂരത എനിക്ക് വന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ആ ബോഡി എവിടെ പോയി? കിടക്കല്ലേ പോയി കാര്യം പിന്നെ കാര്യം പറഞ്ഞേക്കാം. ഈ കേസ് ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഈ പാവത്തിൽ പങ്കില്ല പറഞ്ഞേക്കാം. നീ സമാധാനപ്പെടും. ആ ബോഡി ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ഈ ബോഡി തപ്പി പോലീസ് ഇവിടുന്ന് പുറത്തു പോകണം. പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? വ്യക്തി ജീവിതത്തിൽ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഇതല്ലേ ഞാനും പറഞ്ഞത്. ഇവനല്ലേ ആ പെണ്ണെ കൊന്നത്. ഇവനെ പിടിച്ചോടുന്ന തീർന്നല്ലേ പ്രശ്നം. സിമ്പിൾ അല്ലേ? കൊല ഒന്നായാലും രണ്ടായാലും ഒരു ഒറ്റ ശിക്ഷയുള്ളൂ. ചെയ്യും വരുന്നു ഞാൻ തല്ലി തട്ടും. ഇനി ഒരു ഒറ്റ അക്ഷരം വേണ്ടിയാണ്. നിനക്ക് ഇത്ര അഹങ്കാരമാ? പോലീസ് കേട്ടാ പറട്ടെ, നിന്നെ പിടിച്ച് കുറച്ചിരിക്കും. നോക്ക് കേട്ടോ. മാഷേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മള് 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവനുണ്ടാക്കി വള്ളിക്കെട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളേ. എന്റെ പട്ടി നിൽക്കില്ലോ. നീ ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇയാളെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. സാർ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. സാർ അവിടെ ചെക്ക് ചെയ്യാം. സാർ അവനെ ശബ്ദിക്കരുത്. ഒരു വിരൽപ്പാട് മതി തെളിവുകളെല്ലാം നശിക്കാൻ. മർഡർ നടന്ന സ്ഥലം ഞങ്ങൾ സീൽ ചെയ്ത് കഴിഞ്ഞു. പ്രതി ആരാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒറ്റ മണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവനെ തൂക്കിയിരിക്കും. ഇനി കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുവരെ ഈ ഫ്ലാറ്റ് മുഴുവൻ എന്റെ അണ്ടർലൈൻ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ. സോ എനിക്കൊരു സംശയമുണ്ട്. സംശയം എനിക്കിഷ്ടമാണ്. സോ ചോദിക്കും. ഇതൊരു കൊലപാതകം എന്ന് സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ സോ ഈ കില്ലർ തന്നെ ബോഡി കൊണ്ടുപോയെങ്കിലോ? ഒരുത്തൻ ഫ്ലാറ്റിൽ വരും, എന്നിട്ട് ഒരു തീയെ തട്ടും, എന്നിട്ട് കില്ലർ തന്നെ ചത്തവളയും കൊണ്ട് പോകും. എന്തോന്നടേ ഇത്? കില്ലറിന് തലയ്ക്ക് വോളോ? ഓളമില്ലെങ്കിലോ? ഇല്ലെങ്കിലോ? ഇല്ല സാർ. സോ ഇതെന്റെ ഒരു സംശയം മാത്രമാണ്, ഉറപ്പില്ല. റിഗർ മോട്ടിസ്. മാർട്ടിൻ പത്രോസ് ഇല്ലേ, അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. അയ്യോ സാറേ, റിഗർ മോട്ടിസ് അതൊരു സയന്റിഫിക് നെയിമാണ്. സോ എനിക്ക് ആ ലൈവ് വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ? സർ സോ ഇത് കണ്ടോ? ഈ വെടിവെച്ചതിന് ശേഷം ബോഡി ഇടത്തോട്ട് ചായുന്നു, പക്ഷെ തോക്ക് മാത്രം വലത്തോട്ട് വലിയുന്നു. മാത്രമല്ല ഏതാനും സെക്കൻഡ്സിനുള്ളിൽ ലൈവ് കട്ടായി. എന്തായാലും ഡെഡ് ബോഡി വന്ന് ലൈവ് കട്ട് ചെയ്യില്ലല്ലോ സാർ. ഉമ്മ സാറേ ഒന്ന് പുറത്തേക്ക്. ശരി സാർ. എന്തോ ഉണ്ടല്ലോ. ആ പെണ്ണിനെ കൊന്നാലും എന്റെ മൂക്കിലടിച്ചു വരുന്നു സാറേ. ഇങ്ങോട്ട് വാടാ പാഷാണ് ഷാജി. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാം എന്റെ കൺട്രോളിലായിരിക്കണം കേട്ടല്ലോ. സോ വിരോധം ഇല്ലെങ്കിൽ എന്നെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചു തരുമോ? ശരി വാ. But everything under my control. Yes, sir. Okay? ഇവിടെ നിന്നാ മതി.
തിളവടക്ക കൊണ്ടോടായിരിക്കും അല്ലേ? അല്ല, നിന്റെ അമ്മായിയുടെ ശവടുപ്പിന് കൂടുതലുണ്ടാക്കാൻ വരും. എന്തിനാടേ തുമ്പി സാധനം പൊക്കിയ നടക്കുമെന്ന് തോന്നില്ലേട്ടാ. ഇവിടെ മുട്ട പോലിഫാരും നാട്ടുകാരും അകത്തെന്താ കലിപ്പാടക്കാണെന്ന് തോന്നുന്നു. ഓ ഓ ഓ എന്തിനു കലിപ്പടേ എന്തിനു കലിപ്പടേ എത്രയാണെന്ന് അറിഞ്ഞാ പോലീഫുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ് പോണ് എനിക്ക് മനസ്സിലാവണില്ല. സാധനം കിട്ടിയോ? ആ കിട്ടി കിട്ടി കൊണ്ടുവന്നോണ്ടിരിക്കുന്നു. ഷാബാഷ്. യവന്മാര് വന്നില്ലെങ്കിൽ എന്റെ കാര്യം തീർന്നു. വെരി അഗ്ലി ടൈം. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. ഈയിടെയായിട്ട് എൻ്റെ കരിയർ അറിയാലോ. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ആരും ഉത്തരവാദിയില്ല. എന്നോട് ക്ഷമിച്ചൂടെ? എന്നെ കൊല്ലരുത്. സോ അയാൾ അതിസമർത്ഥനായ ഒരു കൊലയാളിയാണ്. ലക്ഷക്കണക്കിന് സാക്ഷികളെ മുൻനിർത്തി ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കും വിധം ഒരു കൊലപാതകം. കില്ലറുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് എൻ്റെ കരിയർ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദി. എവിടെയോ കില്ലറിന്റെ കണക്കുകൂട്ടലുകൾ ചെറുതായി പിഴച്ചിട്ടുണ്ടാവാം. ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. നമ്മളെല്ലാവരും പറയാറുള്ള പോലെ ദൈവത്തിൻ്റെ ആ കൈ. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. ഈയിടെയായിട്ട് എൻ്റെ കരിയർ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയില്ല. മരിച്ചതിന് ശേഷം നമ്മുടെ മാംസപേശികൾ ദൃഢമാവുന്ന അവസ്ഥയ്ക്കാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ആദ്യം ചെറിയ പേശികളാണ് ദൃഢമാവുന്നത്. കൺപോളകൾ, കഴുത്ത്, മുഖം ഇവയൊക്കെ. കൈകളിലെ പേശികൾ 2 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും ദൃഢമാവാൻ.
18 മുതൽ 24 മണിക്കൂർ വരെ എടുക്കും ഇതിന്റെ സ്റ്റിഫ്നെസ് അപ്രത്യക്ഷമാണ്. പക്ഷെ മരണത്തിന് തൊട്ടു മുമ്പ് ആക്റ്റീവായിരുന്ന ഈ പേശികൾ ട്രിഗർ മോട്ടിസ് എന്ന അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ദൃഢമായി തീരാറുണ്ട്. ഇതിനെയാണ് സർ കാഡാവറിക് സ്പാസം എന്ന് പറയുന്നത്. മരണസമയത്തുണ്ടാവുന്ന ഭയങ്കരമായ മാനസിക സംഘർഷമാകാം ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പേശികൾ നിമിഷങ്ങൾക്കകം തന്നെ സ്റ്റിഫാവുകയും റിഗർ മോട്ടിസ് എന്ന അവസ്ഥ കഴിയുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. ഇവിടെയും ഇതായിരിക്കില്ല സാർ നടന്നിരിക്കുക. ആയിരിക്കാം. സർ, ഡയാന മാഡം ഓൾറെഡി നല്ല ടെൻഷനിലാണ്. കില്ലറിന് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ കൈ പിടിപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ സർ, ഇതാണ് ഇവിടുത്തെ ജനറേറ്റർ റൂം. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഈ ഡോർ ഓപ്പൺ ആയിരിക്കും. ബാക്ക് ഡോർ വഴി വരുന്ന കില്ലറിന് കാർ പാർക്കിങ്ങിലെത്താൻ ഏറ്റവും സേഫായ വഴിയും ഇത് തന്നെയായിരിക്കും. സോ ഇങ്ങനെയായിരിക്കില്ല സർ ഡയന മാഡത്തിൻ്റെ മരണം സംഭവിച്ചതും ബോഡി മിസ്സായതും കില്ലർ രക്ഷപ്പെട്ടതും. ഡേയ് ഇങ്ങോട്ടേക്കാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ല സർ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതാണ് എങ്ങനെ അറിയും? സർ, അത് ഞാനൊരു ക്രൈം ത്രില്ലർ സിനിമ ചെയ്യാൻ വേണ്ടി കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തൊരു കേസ് സ്റ്റഡിയുമായി ഈ മരണത്തിന് എന്തോ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി. മിസ്റ്റർ ബേസിൽ കഞ്ഞിക്കുഴി, സിനിമയല്ല ജീവിതം. പക്ഷേ നീ പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. എന്തോ നാടാ? വേറൊരു ക്രിക്കറ്റ് മോട്ടീസിലുണ്ട് സാറേ. എവിടെ? എന്റെ ഫ്ലാറ്റില്. ഫ്ലാറ്റില്? എന്റെ മുറിയില്. മുറിയില്? എന്റെ കക്കൂസില്. നിന്നെ കാണുമുന്നേ കണ്ടോളൂ. നീയൊക്കെ എവിടെ തന്നെ കാണണം. പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിക്കട്ടോ. ഞങ്ങൾ നോക്കണം.